ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനം അറിയിക്കുകയാണ്. ഞാൻ അല്പം ദൂരെ നിന്ന് ഈ ദേശത്തേക്ക് കടന്നു വന്നത് രാത്രിയിൽ ദൈവത്തിന്റെ ഒരു ഇടപാടുണ്ടായി. ഈ ഭാഗത്ത് നിന്ന് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ സമാധാന നിയമം, പാപമോചനം നിങ്ങളോട് സംസാരിക്കണമെന്നുള്ള ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഒരുപക്ഷെ എന്റെ ചുറ്റും കേൾക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തീയ മതവിശ്വാസികളായിരിക്കാം, മർത്തോമാ സഭ വിശ്വാസികളായിരിക്കാം. എങ്കിലും പ്രിയപ്പെട്ട സമാധാനത്തിന്റെ നദി നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് തോടുപോലെ കടന്നു വരേണ്ടതിന് അവന്റെ വാക്കുകളെ കേട്ട് അനുസരിക്കുന്നതാണ് ഏതൊരു മനുഷ്യനും യോഗ്യമായിരിക്കുന്ന കാര്യം. അതുകൊണ്ട് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചുണർത്തുവാന്, ഒരു ഹിന്ദുമത വിശ്വാസത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിലേക്ക് വരുവാനും സ്നാനമേറ്റ് യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിച്ച് പാപമോചനം നേടി കർത്താവിന്റെ സമാധാന നദി തോടുപോലെ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാനും ഇടയാക്കിയിരിക്കുന്ന എന്റെ പേര് വിജയഗോപാൽ എന്നാണ്. അയിരൂർ സ്വദേശിയാണ്. ആകിയാൽ നോക്ക് പ്രിയപ്പെട്ട അല്പനേരം കേട്ടുകൊള്ളുവിന്. എന്റെ ചുറ്റും വളരെ മനോഹരമായിരിക്കുന്ന ഭവനങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. ആവട്ടെ നല്ല കാര്യങ്ങൾ തന്നെ. ഒരുപക്ഷെ നിങ്ങളൊക്കെ സമ്പൽ സമൃദ്ധിയിൽ കഴിയുന്നവരുമായിരിക്കാം. എങ്കിലും പ്രിയപ്പെട്ട ഈ മനോഹരമായിരിക്കുന്ന ഭവനങ്ങളുടെ ഉള്ളില് നിങ്ങളുടെ നീറുന്ന ഹൃദയം ദൈവം കണ്ടിട്ട് ആർക്കോ ഒരാൾക്ക് വേണ്ടി എന്നെ അയച്ചുവെങ്കിൽ നിങ്ങൾക്കുള്ള ദൂത് അറിയിപ്പാൻ എന്നെ ദൈവം അറിയിപ്പാനായിട്ട് അയച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ ഇപ്രകാരം ഒരു വചനമുണ്ട്: ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എന്റെ ദൈവം അരുളി ചെയ്യുന്നു. ഒരിക്കൽ കൂടെ പറയാം, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എന്റെ ദൈവം അരുളി ചെയ്യുന്നു. നോക്ക് പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ വചനം ഒന്ന് ധ്യാനിച്ചാലോ? അപ്പോൾ നോക്ക്, പിന്നെ നമ്മൾ ദുഷ്ടരാണോ അല്ലയോ എന്ന് നമുക്ക് പലപ്പോഴും എന്താണ് സംശയമാണ്. അല്ല, നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്ന കാര്യം നിങ്ങൾ വലിയ നല്ലവരാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണ്? സകല മനുഷ്യരും ദുഷ്ടതയിലാണ് ജനിക്കുന്നതും വളരുന്നതും. കാരണം എന്താണ്? നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ വ്യാപരിക്കുന്ന പാപമത്രേ നമ്മുടെ ദുഷ്ടത. എന്നാൽ ആ ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ദൈവത്തിന്റെ വചനം അനുസരിപ്പാൻ മനസ്സില്ലാത്തവരുടെ എല്ലാം ഒരാൾക്ക് പോലും സമാധാനമില്ല. അപ്പോൾ സമാധാനത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ വചനത്തിന്റെ മുകളിൽ തന്നെ പറയുന്നുണ്ട്, ആ ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എന്റെ ദൈവം അരുളി ചെയ്യുന്നു എന്നുള്ള വചനത്തിന്റെ മുകളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അയ്യോ, നീ എന്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെയും ആകുമായിരുന്നു. ഒരിക്കൽ കൂടെ വായിക്കാം. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എന്റെ ദൈവം അരുളി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനം നൽകി തരുവാൻ സമ്പത്തിന് കഴിയുന്നില്ല. നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനം നൽകി തരുവാൻ നിങ്ങളുടെ പാരമ്പര്യത്തിന് കഴിയുന്നില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഉന്നതമായിരിക്കുന്ന ജോലികൾക്കോ ബാങ്ക് ബാലൻസിനോ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സമൂഹത്തിനോ നിങ്ങളുടെ സഭകളിലോ ഉള്ള നിങ്ങളുടെ പ്രമാണിത്വത്തിനോ നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസം നൽകി തരുവാൻ കഴിഞ്ഞിട്ടില്ല. ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ സമാധാന നദി പണ്ടേ ഉണ്ടാകുമായിരുന്നുവല്ലോ. എന്നാൽ സമ്പത്തിനോ അധികാരങ്ങൾക്കോ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകി തരുവാൻ കഴിയാതിരിക്കെ ദൈവം നമുക്ക് സമാധാനത്തിന്റെ വാഗ്ദത്തം നൽകുമ്പോൾ നമ്മളൊരു കൽപ്പന തന്നിരിക്കുകയാണ്. അയ്യോ, നീ എന്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെയും ആകുമായിരുന്നു. നിന്റെ സന്തതി മണൽ പോലെയും നിന്റെ ഗർഭഫലം മണൽത്തരി പോലെയും ആകുമായിരുന്നു. നിന്റെ പേർ എന്റെ മുമ്പിൽ നിന്ന് ഛേദിക്കപ്പെടുകയോ നശിച്ചു പോവുകയോ ചെയ്യുകയില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദുഷ്ടന്മാരായിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിന് സമാധാനം നൽകി തരുവാൻ ദൈവം നമുക്ക് വാഗ്ദത്തം തന്നിരിക്കുന്ന കാര്യം തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെയാണ്. അതേ പ്രിയപ്പെട്ടവരെ, 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഏക പുരുഷനായിരിക്കുന്ന ആദം, അവൻ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയത് വഴി അവന്റെ രക്തത്തിൽ പറഞ്ഞ് നമ്മളെല്ലാവരും സമാധാനമില്ലാത്തവരായിട്ട്, ദൈവമില്ലാത്തവരായിട്ട് ഈ മണ്ണിൽ അലഞ്ഞ് പാപമോചനം നേടാതെ പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തിന് മുമ്പിൽ കുറ്റം വിധിക്ക് യോഗ്യരായിട്ട് അവസാനം എന്താണ്? നരകാഗ്നിയിലേക്ക് ഒടുങ്ങിപ്പോകുകയാണ്. നമ്മൾ ക്രിസ്തീയ മതവിശ്വാസികളോ ക്രിസ്തീയ മതപുരോഹിതനോ ആരുമായിക്കോട്ടെ, പാപം നിന്റെ മേൽ കർത്തൃത്വം ചെയ്യുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിനക്ക് സമാധാനമില്ല. നീ ഏത് വർഗത്തിലുള്ളവരും ഏത് ജാതിയിലുള്ളവരും ആയിക്കോട്ടെ, പാപമോചനം നേടിയെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനം. പാപം നമ്മളെ കൊല്ലുന്നു, പാപം നമ്മളെ മരണവിധിക്ക് യോഗ്യരാക്കി എണ്ണുന്നു, പാപം നമ്മളെ ന്യായവിധിയിലേക്ക് കൊണ്ടുപോകുന്നു, മരണഭീതി നമ്മളിൽ നടത്തുന്നു. ആകിയാൽ പ്രിയപ്പെട്ടവരെ, പാപമോചനം ഒന്ന് മാത്രമാണ് ഏതൊരു മനുഷ്യന്റെ സമാധാനത്തിന്റെ ഉറവ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങൾ അഹങ്കരിക്കുന്നുവോ, നിങ്ങളുടെ പാരമ്പര്യത്തിൽ നിങ്ങൾ ഉല്ലസിക്കുന്നുവോ, നിങ്ങളുടെ പൗരോഹിത്യത്തിൽ നിങ്ങൾ എന്താണ് പ്രശംസിക്കുന്നുവോ, അരുത്. അതെല്ലാം തന്നെ യേശുക്രിസ്തുവിന്റെ ദൈവസ്നേഹത്തിൽ നിന്ന് വേർതിരിച്ച് കളയുന്നതാണ്. എന്നാൽ നോക്കുവിന് 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഏക പുരുഷനായിരിക്കുന്ന ആദം ചെയ്ത പാപനിമിത്തം അവന്റെ രക്തത്തിൽ പറഞ്ഞ് നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ അനേക ജാതി മതസ്ഥരായിട്ട് പിരിയപ്പെട്ട്
എന്താണ് ചിലർ മത്തോമ്മക്കാര്, ചിലർ കത്തോലിക്കര്, ചിലർ എന്താണ് ഹിന്ദുക്കള്, മുസ്ലിങ്ങള്, ഇങ്ങനെ നിരവധിയായിരിക്കുന്ന എണ്ണിയാൽ ഒടുങ്ങാത്ത ജാതി മതങ്ങളായിട്ട് നിന്നുകൊണ്ട് ഓരോരുത്തരും സ്വന്തമായിരിക്കുന്ന ആരാധനകളും വഴിപാടുകളും ചെയ്തുകൊണ്ട് സത്യദൈവത്തെ പറ്റി വെളിപ്പാടില്ലാതെ ഓരോരുത്തരും എന്താണ് പാപമോചനം നേടാതെ നരകാക്കിയിലേക്ക് ഒടുങ്ങിപ്പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, പാപമാകുന്നു ലോകത്തിന്റെ എല്ലാ പ്രശ്നത്തിനും കാരണം, പാപമാകുന്നു നിന്റെ ഹൃദയത്തിന്റെ സകല പ്രശ്നത്തിനും കാരണം, പാപമാകുന്നു നിന്റെ കുടുംബ പ്രശ്നത്തിന് കാരണം, പാപമാകുന്നു നിന്റെ മരണഭീതിക്ക് കാരണം, നിന്റെ അനവധി രോഗങ്ങൾക്ക് കാരണം പാപമാകുന്നു. അപ്പോൾ എല്ലാത്തിന്റെ റെമഡി എന്താണ്? എല്ലാത്തിന്റെ പോക്കുവഴി എന്താണ്? യേശുക്രിസ്തുവിനുള്ള പാപമോചനം തന്നെ. ആകിയാൽ നോക്കുവിന് ആ പാപമോചനം മാത്രം ഞാൻ നിങ്ങളോട് പറയുന്നു. 6000 വർഷങ്ങൾക്ക് മുമ്പ് ഏകപുരുഷൻ ചെയ്ത പാപത്താല് സകല മനുഷ്യരും പാപം ചെയ്ത് എല്ലാവരും ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കാല് ഒരുത്തൻ പോലും നീതിമാനില്ല. എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയവരാണെന്നുള്ള വചനത്തിലൊത്തവണ്ണം നിങ്ങളുടെ ഹൃദയത്തിനെ ഒരു കാര്യം കൊണ്ട് ഓർമ്മിപ്പിച്ചുണർത്തുന്നു. ക്രിസ്തീയ മതവിശ്വാസികളാണല്ലോ എന്നെ കേൾക്കുന്നവർ അധികം പേരും. പ്രിയപ്പെട്ട നിങ്ങളുടെ മതവിശ്വാസത്തിന്റെ വ്യർത്ഥത ഞാൻ പറഞ്ഞു തരാം. നോക്കുവിന്, നിങ്ങൾ ഓർമ്മ വെച്ച നാൾ മുതൽ നിങ്ങൾ പള്ളികളിൽ പോകുന്നുണ്ട്. ഓർമ്മ വെച്ച നാൾ മുതൽ നിങ്ങൾ പള്ളിയിൽ പോയി കുർബാന കൊള്ളാറുണ്ട്. ആ പള്ളികളിൽ അന്ന് മുതൽ ഇന്നേ വരെ നിങ്ങൾ ഏറ്റു പറഞ്ഞൊരു കാര്യമുണ്ട്: കർത്താവേ, നീ ബലവാനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, ഞാനോ പാപിയും ദോഷിയുമെന്ന് നിന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ നീ സാക്ഷ്യം പറയുന്നു. നമ്മുടെ പിതാക്കന്മാരും പൂർവ്വപിതാക്കന്മാരും സാക്ഷ്യപ്പെടുത്തി അവരും പാപികളും ദോഷികളുമാണ്. പള്ളികളിൽ ചെന്നാൽ പുരോഹിതന്മാരും എന്നാണ് എന്നും പറയുന്ന കാര്യമുണ്ട്: ഞങ്ങളും ബലഹീനരും പാപികളുമായിരിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി കൊടുത്ത് അപേക്ഷിക്കണമേ. നൂറ്റാണ്ടുകളായിട്ട് തുടർന്നു വരുന്ന ഈ വ്യർത്ഥമായിരിക്കുന്ന പ്രാർത്ഥനയുടെ മുമ്പില് പ്രിയപ്പെട്ടവരെ, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാപങ്ങളുടെ കടച്ചീട്ട് കീറിക്കളഞ്ഞതാണെന്നും, അതേ 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ യേശുക്രിസ്തു ക്രൂശിലേറ്റത് വഴി അവരിൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപമോചനം സൗജന്യമാണെന്നുള്ള ആ വാഗ്ദത്ത വചനം നിങ്ങൾ കേട്ടിട്ടും അനുസരിക്കാത്തത് വഴി എന്താണ് ദുഷ്ടന്മാർക്ക് സമാധാനമില്ലെന്നുള്ള വചനത്തിനൊത്തവണ്ണം നിങ്ങൾ എന്താണ് മറ്റുള്ളവരുടെ മുമ്പിൽ മനോഹരമായിരിക്കുന്ന ജീവിതങ്ങളാണ്, മനോഹരമായിരിക്കുന്ന കാറുകള്, കോടിക്കണക്കിന് രൂപയുടെ ആസ്തികള്, പ്രിയപ്പെട്ടത് രാജ്യത്വം പ്രാപിക്കുന്ന അനുഭവങ്ങള്. എന്നാൽ നിന്റെ ഹൃദയത്തിന് എന്താണ് ഒരു തരി പോലും സമാധാനമില്ലാതെ ഇരിക്കുന്നു. നിനക്ക് പ്രത്യാശിക്കാൻ ഒന്നുമില്ല. മനോഹരമായിരിക്കുന്ന ഈ ചോരുകൾക്കുള്ളിൽ എന്താണ് നിന്റെ ഹൃദയം തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? നിന്റെ രക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ നീ അനുസരിച്ചില്ല, അവനെ നീ സ്നേഹിച്ചില്ല, അതുകൊണ്ട് നീ നശിച്ചു പോകുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നോക്കുവിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാപത്തിന്റെ കടച്ചീട്ട് കീറിക്കളഞ്ഞതാണ്. 2000 വർഷം മുമ്പ് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ യേശുക്രിസ്തു ഏറ്റതാണ്. അതെന്താണെന്ന് അറിയാമോ? ദൈവ നിയമത്തിന് മുമ്പിലാണ്. ആദം പാപം ചെയ്ത നാൾ മുതൽ എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെടുത്തി എല്ലാവരും നരകവിധിക്ക് യോഗ്യരായിട്ട് തീർന്നു. പ്രിയപ്പെട്ടവരെ, പാപികളും ദോഷികളും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവം പരിശുദ്ധനാണ് നിങ്ങളുടെ നാവ് തന്നെ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ പാപികൾ എന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവമേ, ഞാനും നീയും തമ്മിൽ ശത്രുതയാണ്, ഇന്ന് ഞാൻ മരിക്കുകയാണെങ്കിൽ പരിശുദ്ധനായിരിക്കും, നിന്നോട് കൂടെ ജീവിക്കാൻ കഴിയത്തില്ല. അതേ പുരോഹിതന്റെ സാക്ഷ്യപതാണ്: ദൈവമേ, നീ ബലവാനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുന്ന നാവ് കൊണ്ട് നിങ്ങൾ പാപികളും ദോഷികളും ബലഹീനരും എന്ന് പറയുമ്പോൾ ദൈവവും നിങ്ങൾ തമ്മിലുള്ള ശത്രുത്വം വെളിപ്പെട്ടു തരികയാണ്. പ്രിയപ്പെട്ട, അല്പമെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ? നിങ്ങൾ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തു എന്ന് മടങ്ങി വന്നാൽ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഒരിക്കലും പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തോട് കൂടെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയത്തില്ല. ഒരിക്കലും പരിശുദ്ധനോട് കൂടെ പാപിക്ക് ജീവിക്കാൻ കഴിയത്തില്ല. എന്നാൽ ദൈവം തന്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്ത് നശിച്ചു പോകാതെ പോകുമ്പോൾ അവനോടുള്ള ഒരു അപ്പന്റെ സ്നേഹവും മനസ്സലിവും നിമിത്തം കരുണാസമ്പന്നനായ ദൈവം 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ഏകജാതനെ പുത്രനെ, അതേ പ്രിയപ്പെട്ടവരെ, ഇവനാലത്രേ ലോകം സൃഷ്ടിക്കപ്പെട്ടത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായി ഒന്നും അവരെ കൂടാതെ ഉളവായതല്ല. ആകാശത്തെ ഭൂമിയെ സൃഷ്ടിപ്പാൻ കാരണഭൂതനായിരിക്കുന്ന എന്റെ പുത്രനായിരിക്കുന്ന ദൈവവചനമായിരിക്കുന്ന ആ രക്ഷകനായിരിക്കുന്ന ക്രിസ്തുവിനെ യേശു എന്ന ഒരു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ആദം മുഖാന്തരം കടന്നു വന്ന സകല പാപങ്ങൾക്കും പരിഹാരം ക്രൂശിലെ രക്തത്തിനായി സാധ്യമാകുമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താണ്? നമ്മുടെ പാപമോചനം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്തിൽ മാത്രമാണ്. ഒരു മനുഷ്യനും ഒരു പാപിക്കും നമ്മളെ രക്ഷിപ്പാൻ കഴിയത്തില്ല. ഒരു പാപിയായിരിക്കുന്ന പുരോഹിതനെ നമ്മളെ നീതിയിലേക്ക് നടത്തുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപമില്ലാത്ത ഒരു രക്തത്തിന് മാത്രമേ നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയാൻ കഴിയത്തുള്ളൂ. ഇത് വിശ്വാസത്താലത്രേ സാധ്യമാകുന്നത്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ പോലും പാപമില്ലാത്തവനായിട്ട് ജനിക്കുന്നില്ല. എല്ലാവരും പുരുഷ രക്തത്തിൽ ജനിക്കുന്നത് കൊണ്ട് സകല മനുഷ്യരും ആദമിന്റെ മക്കളായതുകൊണ്ട് എല്ലാവരും പാപികളായതുകൊണ്ട് പാപികൾക്ക് പാപികളെ രക്ഷിപ്പാൻ കഴിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ എന്താണ് കുരുടനെ വഴി കാണിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴ്ത്തില്ലയോ എന്ന് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം കൂടിയാണിത്. അതുകൊണ്ട് പാപികൾക്ക് പാപികളെ രക്ഷിപ്പാൻ കഴിയാത്തത് കൊണ്ട്, പാപികളായിരിക്കുന്ന പുരോഹിതന്മാർക്ക് പാപികളെ രക്ഷിപ്പാൻ കഴിയാത്തത് കൊണ്ട്, ദേവിയ പൗരോഹിത്യത്തിന് ഒരിക്കലും നമ്മളെ നീതീകരണത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്തത് കൊണ്ട്, മനുഷ്യന്റെ പാപത്തെ പറ്റി ബോധം വരുത്തുവാൻ ദൈവം ന്യായപ്രമാണം
അതിലെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അതേ പ്രിയപ്പെട്ടവരെ, മോശ മുഖാന്തരം ന്യായപ്രമാണം കൊടുക്കുമ്പോൾ സകല മനുഷ്യരും അംഗീകരിക്കണം, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ കുറ്റക്കാരാണ്, അയ്യോ ദൈവമേ നിന്റെ മുമ്പിൽ നിൽപ്പാൻ ഞങ്ങൾ യോഗ്യരല്ല, ഞങ്ങളുടെ പാപത്തിന്റെ ശിക്ഷയായിരിക്കുന്ന മരണമിതാ നിന്റെ മുമ്പിൽ ഇരിക്കുന്നു, അയ്യോ ഞങ്ങളെ ആർ വിടുവിക്കും, ആർ രക്ഷിക്കും എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ ക്രിസ്തീയ മതവിശ്വാസികൾ ഇപ്പോൾ പരിഹാസത്തോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളെ യേശുക്രിസ്തുവിലല്ലേ വിശ്വസിക്കുന്നത്? അല്ല പ്രിയപ്പെട്ടെ, നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്ന എന്തിനാണ്? നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കൂട്ടുവാന്, നിങ്ങളുടെ കടം വീട്ടുവാന്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന്, ജോലിക്ക്, അങ്ങനെ ഭൗതികമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിരന്തരം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ പ്രിയപ്പെട്ട 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമിലെ ആ ഗോൽഗോഥ മലമുകളില് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് 2 കള്ളന്മാരുടെ മധ്യേ 3 മേലവൻ തൂങ്ങിക്കിടക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? നിനക്ക് സമ്പത്തുണ്ടാക്കാനോ അവൻ മരിച്ചത് സ്വർഗത്തിലെ സ്വർണ്ണ തെരുവീതികളും സ്വർഗത്തിലെ കോടാനുകോടി ദൂതന്മാരുടെ ആരാധകളും വിട്ടുകളഞ്ഞ് അവനൊരു പാപിയെ പോലെ താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ഈ ലോകത്തിലെ സകല പാപികളുടെയും പാപച്ചുമട് ഏറ്റുകൊണ്ട് നമ്മുടെ പാപത്തിന്റെ ശിക്ഷയായിരിക്കുന്ന മരണം അവൻ ഏറ്റത് നിന്റെ ബാങ്ക് ബാലൻസിന് വേണ്ടിയിട്ടല്ല, നിന്റെ ജോലിക്ക് വേണ്ടിയിട്ടല്ല, നിന്റെ ഭവനം പണിയാൻ വേണ്ടിയിട്ടല്ല, പിന്നെ എന്താണ്? അതായത് ഭൗതിക ഭവനം പണിയാൻ വേണ്ടിയിട്ടല്ല. പ്രിയപ്പെട്ട, ഒരു മനുഷ്യന് സാധ്യമാകാത്ത മരണത്തിൽ നിന്ന് ഒരു വ്യക്തിക്ക്, ഒരു സമൂഹത്തിനോ, ഒരു വൈദ്യനോ നിന്നെ രക്ഷിപ്പാൻ കഴിയാത്ത പാപമോചനത്തിനായിട്ട് ദൈവത്തിന്റെ മുമ്പിലുള്ള നിത്യമായിരിക്കുന്ന മരണത്തിൽ നിന്ന് രക്ഷിപ്പാന്, അല്ലെങ്കിൽ നിത്യജീവനെ, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരേണ്ടതിനത്രേ യേശുക്രിസ്തു സ്വർഗം വിട്ടിറങ്ങി വന്നത്. അതേ, നമ്മുടെ പാപങ്ങളെ കഴുകണമെങ്കിൽ പാപമില്ലാത്ത ഒരു രക്തം ആവശ്യമായിരുന്നു. അതുകൊണ്ട് യേശുക്രിസ്തു പാപമില്ലാത്തവനായിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതേ പ്രിയപ്പെട്ടവരെ, പാപമില്ലാത്തവനായിട്ട് പുരുഷ രക്തം കൂടാത്ത ഏക വ്യക്തിയായിട്ട് അവൻ കടന്നു വന്ന് ആ ക്രൂശിലേക്ക് നോക്കുവിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് അവന്റെ ശരീരം മുഴുവനും അടിയേറ്റ് തകർക്കപ്പെട്ടിരിക്കുന്നു. കണ്ടോ പ്രിയപ്പെട്ടവരെ, അവന്റെ ശരീരത്തിലെ മാംസകഷ്ണങ്ങൾ ചിതറപ്പെട്ടിട്ട് 1000 വർഷം മുമ്പ് ദാവീദിന്റെ പ്രവചനത്തിനൊത്തവണ്ണം എന്റെ അസ്ഥികൾ എനിക്ക് എണ്ണുവാൻ കഴിയുമായിരുന്നു എന്നുള്ള വചനത്തിനൊത്തവണ്ണം ചാട്ടവാർ അടിയേറ്റ് അവന്റെ ശരീരത്തിലെ മാംസകഷ്ണങ്ങളും ചീളുകളായിട്ട് തെറിച്ചു പോകുമ്പോൾ പ്രിയപ്പെട്ട എന്റെ ഉത്തരവാദി നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ ഓരോരുത്തരെയും പാപത്തിന്റെ ശിക്ഷയാണ്, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തമാണ് അവൻ അടിയേൽക്കുന്നത്, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തമാണ് അവൻ ദണ്ഡനമേൽക്കുന്നത്. അങ്ങനെ അടിയേറ്റ് തകർക്കപ്പെട്ടവൻ കണ്ടോ 2 കള്ളന്മാരുടെ മധ്യേ ആ 3 പേരിലേക്ക് തൂക്കപ്പെടേണ്ടതിന് വിധിക്കപ്പെട്ടപ്പോഴും അവൻ എടുപ്പാൻ കഴിയാത്തവണ്ണം ഭാരമേറിയ മരക്കുരിശും തോളിലേറ്റിക്കൊണ്ട് ഗോൽഗോഥ മലമുകളിലേക്ക് കടന്നു പോകുമ്പോൾ അയ്യോ എന്റെ പ്രിയപ്പെട്ടവരെ, അവൻ ചുമന്നു കൊണ്ടുപോയ മരക്കുരിശ് എന്താണെന്ന് അറിയാമോ? യെശയ്യാവ് വിളിച്ചു പറയുന്നു, സാക്ഷാൽ നമ്മുടെ ഭാരങ്ങളെ അവൻ ചുമന്നു. പത്രോസ്ലീഹ ഇങ്ങനെ വിളിച്ചു പറയുന്നു, നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ ക്രൂശിന്മേൽ കയറി. നമ്മുടെ ഓരോരുത്തരെയും പാപഭാരമായിരിക്കുന്ന ഭയങ്കരമായിരിക്കുന്ന പാപത്തിന്റെ ചുമട് വെച്ചുകൊണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇതിന്റെ പാപത്തിന്റെ കടം വീട്ടുവാനായിട്ട്, എന്റെ ശിക്ഷ ഏൽപ്പാനായിട്ട് ദൈവം നീതിമാനായതുകൊണ്ട് ദൈവ നിയമത്തിന് മാറ്റമില്ല. പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ നിയമത്തിന് മുമ്പിൽ ദൈവം അശേഷം മാറ്റമില്ല. ദൈവം നീതിമാനാണ്. നിയമം മാറ്റിക്കളയുന്നവൻ എന്താണ്? നീതിമാനല്ല. എന്നാൽ ദൈവം നീതിമാനായതുകൊണ്ട് തന്റെ പുത്രനിൽ പാപം കണ്ടുപോ അവനും ശിക്ഷ വിധിച്ചേ പറ്റൂ. ആകിയാൽ നമ്മുടെ പാപഭാരമായിരിക്കുന്ന കഴുകുമരം ചുമന്നുകൊണ്ട് അവൻ ക്രൂശിലേക്ക് കടന്നു പോകുമ്പോഴും പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവത്തിന്റെ നിയമപുസ്തകത്തിന് മുമ്പിൽ എനിക്കും നിനക്കും പകരക്കാരനായിട്ട് നമ്മുടെ പാപത്തിന്റെ ശിക്ഷയായിരിക്കുന്ന മരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ ഏറ്റത് വഴി അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപമോചനം. എന്തിനാണ് വിശ്വസിക്കുന്നത്? പാപമോചനത്തിനായിട്ട്. ഇന്നേവരെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം പോലും ഉണ്ടായിട്ടില്ല ഒരു പാപമോചനം വേണമെന്ന്. ഇന്നേവരെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രിയപ്പെട്ട ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ഒരു ആശ്രയം ഇന്നേവരെ നിങ്ങളുടെ ആഗ്രഹം പോലുമായിട്ട് വന്നിട്ടില്ല. അവന്റെ രക്തത്താലുള്ള പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ കൊതിച്ചിരുന്നെങ്കിൽ പിതാക്കന്മാരെ നിങ്ങൾ എന്നെ പാപമോചനം നേടുമായിരുന്നു. എന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധന്മാരായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നു. ആകിയാൽ പാപമോചനം ഒന്ന് മാത്രമത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ആകിയാൽ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ പ്രസംഗം 6 മണിക്കൂർ പ്രസംഗിക്കണം ഞാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ അവിടെ നിർത്തിയാണ്. പ്രിയപ്പെട്ട കാൽവരി ക്രൂശിൽ അവൻ മരിക്കുമ്പോൾ കണ്ടോ ഏറ്റവും വലിയ ഉന്നതമായിരിക്കുന്ന അനുഭവം എന്താണെന്നറിയാമോ? ആ യേശുക്രിസ്തു പാപമില്ലാത്തവൻ ക്രൂശിൽ മരിക്കുമ്പോൾ ആ മന്ദിരത്തിലെ തിരശ്ശീല മുകൾ തൊട്ട് താഴെ വരെയും 2ആയിട്ട് ചീന്തപ്പെട്ടെന്നുള്ള മഹാസന്തോഷം പുതിയ നിയമം നിങ്ങളോട് ഘോഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പാപം നിമിത്തം ആദം ചെയ്ത പാപ നിമിത്തം ദൈവം അത്രയെ തിരശ്ശീല നോക്കിയത്. ദൈവം ഇരിക്കുന്ന അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഒരു മനുഷ്യനും കടന്നു ചെല്ലുവാൻ കഴിയാത്തവണ്ണം, ദൈവത്തിന്റെ വിശുദ്ധിക്ക് മുമ്പിൽ ഒരു പാപിക്ക് നിൽപ്പാൻ കഴിയാത്തവണ്ണം, ദൈവത്തിന്റെ വിശുദ്ധിയും മനുഷ്യന്റെ പാപവും നിമിത്തവും ദൈവവും മനുഷ്യൻ തമ്മിൽ ശത്രുത്വമായിരിക്കും നടിച്ചുവര് ഒരു തിരശ്ശീല കൊണ്ട് മനുഷ്യരെയും ദൈവത്തെയും തമ്മിൽ ദൈവം വേർതിരിച്ചിരുന്നു. നമ്മൾ തമ്മിൽ ശത്രുക്കളാണ്. പാപി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശത്രു എന്നാണ് എന്റെ അർത്ഥം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം പഴയ നിയമകാലങ്ങളിൽ ശലോമോന് ദൈവത്തിന് ആലയം പണിഞ്ഞിട്ട് 1,20,000 ആട്ടുകൊറ്റന്മാരെ അറുത്ത് രക്തം ഹോമയാഗം
ഹോമയാഗത്തില് ഹോമപീഠത്തിൽ ഒഴിച്ചു. അവൻ 20,000 കാളകളെ അറുത്ത് ആ ബലിപീഠത്തിൽ തൂകി. പക്ഷെ എന്താണ്? കത്തം കീറിയില്ല. ദൈവത്തിന് മനുഷ്യനുള്ള ശത്രുത്വം മാറിപ്പോയതുമില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധനായിരിക്കുന്ന കർത്താവിന്റെ ശരീരം ഈ ക്രൂസിൽ തകർക്കപ്പെടുമ്പോൾ ആ തിരശീല മുകൾ തൊട്ട് താഴെ വരെയും രണ്ടായിട്ട് കീറിയിട്ട് ഏത് പാപിക്കും ദൈവത്തിന്റെ അടുക്കിലേക്ക് പുരോഹിതന്മാരെ കൂടാതെ, യാഗങ്ങളോ ബലികളോ കർമ്മങ്ങളോ ആചാരങ്ങളോ വഴിപാടുകളോ കൂടാതെ നേരിട്ട് കടന്നു ചെല്ലുവാൻ ദൈവം ജീവന്റെ പുതുവഴി പുതിയ നിയമം ആരംഭിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ. ഇനി യാഗമില്ല, ബലികളില്ല, കർമാചാരങ്ങളും വഴിപാടുകളും ചെയ്യുന്നവരെല്ലാം യേശുക്രിസ്തുവിന്റെ രക്തം മുഖാന്തരം നിങ്ങൾ കുറ്റക്കാരായിട്ട് തീർന്നിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യമില്ല. എല്ലാവരും കേട്ടുകൊള്ളിൻ, പൗരോഹിത്യമില്ല. എല്ലാ ജാതി മത്സരം കേട്ടുകൊള്ളിൻ. പൗരോഹിത്യം ക്രൂശിൽ വെച്ച് മായ്ക്കപ്പെട്ടതാണ്. യാഗമുള്ളർത്തത്രേ പുരോഹിതന്മാരുടെ ആവശ്യം. എന്നാൽ അവസാന യാഗമായിട്ട് യേശുക്രിസ്തുവിന്റെ യാഗത്താൽ സമ്പൂർണ്ണത വന്നെങ്കിൽ ഇനി പാപമോചനത്തിനായിട്ട് പാപപരിഹാരത്തിനായിട്ട് ഒരു യാഗമില്ലാത്തത് കൊണ്ട് പൗരോഹിത്യം എന്നേക്കുമായിട്ട് ദൈവം നീക്കിക്കളഞ്ഞു. ആകിയാൽ പുരോഹിതന്മാർ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും പൗരോഹിത്യത്തിന്റെ കീഴിലിരിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തിന് മുമ്പ് കുറ്റക്കാരാണ്. ഇനിയും എന്താണ്? പ്രവൃത്തിയാലല്ല, വിശ്വാസത്തിലത്രേ ദൈവത്തിന്റെ മുമ്പിലുള്ള പാപമോചനം, ദൈവത്തോടുള്ള നീതീകരണം. ആകിയാൽ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ ആ തിരശ്ശീല കീറി ദൈവത്തിന് നമ്മളോടുള്ള ശത്രുത്വം നീക്കപ്പെട്ടത് വഴി ഇന്ന് നിങ്ങൾ ആരെങ്കിലും തിരശ്ശീലയ്ക്ക് കീറി പുറകിലിരിക്കുന്നുവെങ്കിൽ, ഇനി ഞായറാഴ്ച ദിവസം പള്ളികൾ പോകുമ്പോൾ ഒരു തിരശ്ശീല അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ നെഞ്ചത്തടിച്ചൊന്ന് കരഞ്ഞോണം. എന്റെ കർത്താവേ, 2000 വർഷങ്ങൾക്ക് മുമ്പ് നീ തിരശ്ശീല കീറി കളഞ്ഞതാ. ഇപ്പോഴും ഞാൻ ഈ തിരശ്ശീലയ്ക്ക് പുറകിലിരിക്കുന്നവരല്ലയോ ഞാൻ പാപിയും ദോഷിയുമായിട്ടിരിക്കുന്നത്. എനിക്കിനി ഇത് വേണ്ട, ഈ മതവിശ്വാസം എനിക്ക് വേണ്ട. എനിക്കൊരു പാപമോചനം വേണം. ഇന്ന് ഞാൻ മരിച്ചാൽ നരകത്തിലല്ല, എന്റെ കർത്താവിനോട് കൂടെ പൗലോസിന്റെ സാക്ഷ്യത്തിലൂടെ കടന്നു പോകാൻ എന്നെ സഹായിക്കണമേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു മരിച്ചു നമ്മുടെ പാപത്തിന്റെ ശിക്ഷയേറ്റത് വഴി അതിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനം സൗജന്യമായിട്ട് കൊടുക്കാൻ ദൈവത്തിന്റെ പ്രസാദം തോന്നി. അവൻ അടക്കപ്പെട്ടു. ദൈവമോ മരണഭാഷങ്ങളെ അഴിച്ചിട്ട് 3-ാം ദിവസം അവന് ഉയർത്തെഴുന്നേൽപ്പിച്ചത് വഴി ആ യേശുക്രിസ്തു ഭൂമിയുടെ ഏകാധിപതിയായിട്ട് ആ പരിശുദ്ധൻ കോടാനുകോടി ദൂതന്മാരെ ആർപ്പോടും ആരവത്തോടും കൂടെ ഈ ഭൂമിയുടെ ഏകാധിപതിയായിട്ട് 1000 ആണ്ട് ദൈവരാജ്യം സ്ഥാപിക്കാനായിട്ട് മടങ്ങി വരുമ്പോൾ അവന്റെ മുമ്പിൽ നിങ്ങൾ വിശുദ്ധിയോടെ നിൽക്കേണ്ടതിന് ഒരു പാപിക്ക് അവന്റെ മുമ്പിൽ നിൽക്കാനൊക്കത്തില്ല. ഒരു പുരോഹിതനും നീ പാപിയാണെങ്കിൽ യേശുക്രിസ്തുവിന് മുമ്പിൽ നിൽപ്പാൻ കഴിയത്തില്ല, നീ തള്ളപ്പെട്ടു പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സമാധാനത്തിന്റെ നദി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരണമെങ്കിൽ അവന്റെ വചനത്തെ കേട്ടനുസരിച്ചു കൊള്ളുവിന്. അയ്യോ, എന്റെ വാക്ക് കേട്ടനുസരിച്ചെങ്കിൽ നിങ്ങൾക്ക് നന്നായിരുന്നു എന്നുള്ള വചനം നിങ്ങൾ ഓർത്തുകൊള്ളുവിന്. എങ്കിൽ എന്താണ്? നിന്റെ സമാധാനം നദി പോലെ നിന്നിലേക്ക് വരുമായിരുന്നു. അതേപോലെ നിന്റെ നീതി സമുദ്രത്തെ തീര പോലെ നിന്റെ മേലേക്ക് വരുമായിരുന്നു. എന്ന് വെച്ചാൽ ഒരിക്കലും തീർന്നു പോകാത്ത സമാധാന നദിയും ഒരിക്കലും തീർന്നു പോകാത്ത നീതി നിന്റെ മേൽ കർത്തൃത്വം ചെയ്യുമായിരുന്നുവെന്ന്. ആകിയാൽ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാലും മരണമുള്ള എല്ലാ ജാതികളോടും പറയുന്നു, എല്ലാ മനുഷ്യരോടും പറയുന്നു, മാനസാന്തരപ്പെട്ടുകൊള്ളുവിന്. ആ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കണ്ണൽ പ്രാപിക്കേണ്ടതിന് ഒന്നാമത് നിങ്ങൾ മാനസാന്തരപ്പെടണം. അപ്പോൾ എന്നെ കേൾക്കുന്ന പലരും പറഞ്ഞോളാം, ഞങ്ങൾ കള്ളുകുടിയന്മാരൊന്നുമല്ല, ഞങ്ങൾ എന്താണ് ഇമ്മോറാലിറ്റിക്ക് പോകുന്നവരുമല്ല, ഞങ്ങൾ ആദ്യം ഇതൊന്നും മേടിച്ചിട്ടില്ല, കാര്യങ്ങളൊക്കെ ശരി തന്നെ. പക്ഷെ മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇന്നേ വരെ പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത നിങ്ങളുടെ പിതൃപാരമ്പര്യങ്ങളും മതഭക്തികളും പൗരോഹിത്യങ്ങളും പാരമ്പര്യങ്ങളും തള്ളിക്കളഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ കഷ്ടമേറ്റ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഈ രാജാവായിട്ട് മടങ്ങി വരുന്ന ഈ യേശുക്രിസ്തുവിനെ ഏകരക്ഷകനും ഏക കർത്താവും ഏക ദൈവമായിട്ട് അംഗീകരിക്കണം. അയ്യോ, ഞങ്ങൾ അങ്ങനെയാണ് അല്ല പ്രിയപ്പെട്ടവരെ. ദൈവമേന്ന് ഏക പരിശുദ്ധൻ എന്ന് പറഞ്ഞ നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ ഈ ഭൂമിയിൽ നിങ്ങൾ ആരെയും പിതാവെന്ന് വിളിക്കല്ലേ എന്ന് ഈ സ്വർഗസ്ഥൻ തന്നെ ഒരുവനത്ര നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥൻ തന്നെ എന്ന് യേശുക്രിസ്തു പറഞ്ഞിരിക്കെ ഒരു പാപിയായിരിക്കുന്ന പുരോഹിതനെ നോക്കി നിങ്ങൾ തിരുമേനി എന്നോ നിങ്ങൾ എന്താണ് പിതാവ് എന്ന് വിളിച്ചാൽ ദൈവമേന്നതിന്റെ അർത്ഥം. പ്രിയപ്പെട്ട കർത്താവിന് മാത്രമുള്ള ഒരു പേരാണ് തിരുമേനി എന്നോ അല്ലെങ്കിൽ എന്താണ് പിതാവ് എന്നുള്ളത്. ആദ്യമായിട്ട് പിതാവായിട്ട് ദൈവം മാത്രമേ ഉള്ളൂ. എന്നാൽ ഭൂമിയിൽ പാപിയാണ്, ഞങ്ങൾ നരകത്തിൽ പോന്നവനാണ്, ഞങ്ങൾ ദൈവത്തിന്റെ ശത്രുവാണ് പരോക്ഷമായിട്ടെങ്കിലും തെളിവായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു പുരോഹിതനെ നോക്കി നിങ്ങൾ പിതാവി എന്നോ തിരുമേനി എന്നോ വിളിച്ചാൽ ദൈവമേന്നാ വിളിക്കുന്നത്. ദൈവം മാത്രം ഏക പരിശുദ്ധൻ എന്ന് പറഞ്ഞെടുത്ത് നിങ്ങൾ എങ്ങനെ ഇവനെ പരിശുദ്ധനായിട്ട് കണ്ടു? എങ്ങനെ ഇവനെ നിങ്ങൾ എന്താണ് പിതാവെന്നും തിരുമേനിന്നും വിളിച്ച പ്രിയപ്പെട്ട പോഷത്വമാകുന്നു നിങ്ങൾ ചെയ്യുന്നത്? ആകിയാൽ നോക്കവന് ഇതിൽ നിന്ന് മാനസാന്തരപ്പെട്ടിട്ടല്ല നിങ്ങൾക്ക് പാപമോചനത്തിലേക്ക് തിരിയുവാൻ കഴിയത്തില്ല. അല്ല, മാനസാന്തരപ്പെട്ടത് വഴി പാപമോചനം കിട്ടത്തില്ല. പാപമോചനം നിങ്ങൾ പാടി ചൊല്ലി അവസാനിക്കാറുണ്ട്. മാമോദീസ ഒന്ന് മാത്രമേ പാപമോചനത്തിനായിട്ടുള്ളൂ എന്ന് നിഖ്യാ വിശ്വാസ പ്രമാണം നിങ്ങൾ ചൊല്ലി അവസാനിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, മാമോദീസ എന്ന് പറഞ്ഞാൽ ബാപ്റ്റിസമാണ്, സ്നാനമാണ്. അപ്പോസ്തലന്മാര് ചെയ്ത സ്നാനം എന്നാണ് വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തി സഭയോട് ചേർത്ത് പോന്നു. ആകിയാൽ മാനസാന്തരപ്പെട്ടതിന് ശേഷമാണ് നിങ്ങൾ സ്നാനമേൽപ്പാന്. ഈ സ്നാനത്തെ എതിർക്കുന്നവരെല്ലാം ദൈവത്തിന്റെ 1-ാം നമ്പർ ശത്രുക്കള്, അവരെല്ലാവരും സാത്താന്റെ ഏജന്റുമാര്. പ്രിയപ്പെട്ടവർ, മനഃപൂർവ്വമല്ലെങ്കിലും ഈ സ്നാനത്താൽ അല്ലാതെ പാപമോചനമില്ല എന്നുള്ള സത്യം നിങ്ങളെ അറിയിക്കുന്നു. അതെ, ഒന്നാമത് മാനസാന്തരപ്പെടണം. രണ്ടാമത് നിങ്ങൾ വെള്ളത്തിൽ തന്നെത്താൻ പൂർണ്ണമായിട്ട് നിമജ്ജനം ചെയ്യുമ്പോൾ ആ 2 കള്ളന്മാരിൽ ഒരു കള്ളൻ എന്താണ് യേശുക്രിസ്തുവിനെ ദുഷിച്ചുകൊണ്ട് അവരോട് കൂടെ മരിച്ച് നരകാഗ്നിയിലേക്ക് ഒടുങ്ങിപ്പോയി. മറ്റേ കള്ളനോ അവന്റെ അതേ സ്വഭാവമുള്ളവനാണെങ്കിലും അവൻ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവോട് മരിച്ച് സ്വർഗ
സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. അതെ, ഈ സ്നാനം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ അവനോടുകൂടെ മരിക്കുന്നതാണ്. യഥാർത്ഥമായിട്ടും യേശുക്രിസ്തുവിന്റെ മരണം, യഥാർത്ഥമായിരിക്കുന്ന സ്നാനം യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാപകന്റെ കരങ്ങൾക്ക് കീഴിൽ ഏറ്റതല്ല പ്രിയപ്പെട്ടവരെ. അതിനുശേഷം ലൂക്കോസ് 49:50, 51, 49, ലൂക്കോസ് 12, 49, 50 വചനങ്ങൾ പറയുന്നുണ്ട്, ഇനി എനിക്കൊരു ഭൂമിയിൽ തീയിടുവാനത്ര ഞാൻ വന്നത്, അതിപ്പോഴേ വീട് കത്തിയിരുന്നെങ്കിൽ ഞാൻ ആശിക്കുന്നു, എങ്കിലും ഇനി എനിക്കൊരു സ്നാനം ബാക്കിയുണ്ട് എന്ന് പറഞ്ഞു. ആ സ്നാനം ക്രൂസിലെ യാഗമാണ്. ആ യാഗത്തോട് ചേർന്ന് മരിക്കുന്നതാണ് യഥാർത്ഥമായിരിക്കുന്ന സ്നാനം. അതേ പ്രിയപ്പെട്ട ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവോട് കൂടെ ആ മരിക്കുന്നതാണ് യഥാർത്ഥമായിരിക്കുന്ന സ്നാനം. ആ സ്നാനം മാനസാന്തരപ്പെട്ടതിന് ശേഷം യേശു ക്രിസ്തുവോട് മരിച്ച ആ കള്ളന്മാരിൽ ഒരുത്തനെ പോലെ മാനസാന്തരപ്പെട്ട് നിങ്ങൾ അവനോട് കൂടെ മരിക്കണം. ഇതത്ര സ്നാനം. ഈ സ്നാനത്തിലേക്ക് വന്നിട്ടല്ലാതെ ഒരുത്തനും നീതീകരിക്കത്തില്ല, ഒരുത്തനും രക്ഷ പ്രാപിക്കത്തുമില്ല. അതുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞു, സകല സൃഷ്ടികളോടും പോയി നിങ്ങൾ സുവിശേഷം അറിയിക്കണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, അല്ലാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും. പത്രോസ് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായിട്ട് യേശു ക്രിസ്തുവോട് ചേരുവാൻ സ്നാനമേൽപ്പിന്, അപ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവ് നമ്മൾ വരുന്നതാണ് ബോൺ അഗെയിൻ, അല്ലെങ്കിൽ വീണ്ടും ജന്മം എന്ന് പറയുന്നത്. അത് സ്നാനത്താലല്ലാതെ രക്ഷയില്ലാത്തത് കൊണ്ട് ഈ സ്നാനത്തെ എതിർക്കുന്നവരെല്ലാം നിങ്ങളുടെ 1-ാം നമ്പർ ശത്രു. പ്രിയപ്പെട്ട ഈ പ്രസംഗത്തിൽ നിങ്ങൾ കണക്ക് തീർക്കണം. എന്ന് ലോകാവസാന ദിവസമുള്ള ന്യായവിധി ദിവസം, നമ്മൾ തമ്മിൽ കാണുന്ന ദിവസം, ഈ പ്രസംഗത്തിന് വിജയഗോപാൽ എന്ന പേരോടുകൂടിയ ഹിന്ദുമത വിശ്വാസത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ടുവെന്ന എന്റെ പ്രസംഗത്തിൽ നിങ്ങൾ കണക്ക് തീർത്തേ പറ്റൂ പ്രിയപ്പെട്ടവര്. കാരണം പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ സുവിശേഷ പ്രകാരം ദൈവം നിങ്ങളുടെ രഹസ്യങ്ങളെ യേശു ക്രിസ്തു മുഖാന്തരം ന്യായം വിധിക്കുന്ന നാളില്. ആകിയാൽ നോക്കുവിന് മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റതിന് ശേഷം, സ്നാനമേറ്റവർ വിശുദ്ധന്മാരാണ്. ഞാൻ പാപിയായിട്ടല്ല നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ പാപിയിൽ ഒന്നാമനായിരുന്നെങ്കിൽ ഇന്ന് വിശുദ്ധനും ദൈവത്തിന്റെ മകനും എന്നുള്ള അധികാരത്തോടെ നിൽക്കുന്നത്. ഈ വിശുദ്ധി എന്നുള്ള പദവി എങ്ങനെ വന്നു? യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവ് വന്നത് വഴി വന്നു. ആകിയാൽ മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കുമ്പോൾ ദൈവത്തിന്റെ ഹോളി സ്പിരിറ്റ് നമ്മൾ വരും. ആ സ്പിരിറ്റ് നമ്മൾ വരുന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ വിശുദ്ധൻ എന്നുള്ള പദത്തിന് യോഗ്യനായിട്ട് തീർക്കുന്നത്. ആകിയാൽ നോക്കുവിന് അങ്ങനെ സ്നാനമേറ്റവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും കർത്താവിന്റെ വരവിന് വേണ്ടി സാക്ഷ്യമുള്ളവരായിട്ട് കർത്താവിന് വേണ്ടി കഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് ആ നീതിയുള്ള വലങ്കരങ്ങളെ കമരുവണ്ടക്കവണ്ണം നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. അവൻ വരും പ്രിയപ്പെട്ടവരെ. യേശു ക്രിസ്തു മടങ്ങി വരും എന്നുള്ള വചനത്തിൽ ഒരു മാറ്റവുമില്ല. ഒരുപക്ഷെ ഇന്ന് രാവിലെ ഉദിച്ച സൂര്യൻ വൈകിട്ട് അസ്തമിക്കാതെ പോയെന്നിരിക്കാം. ഈ ഭൂമി എന്താണ് ഒരു സെക്കൻഡ് കൊണ്ട് ഇന്ന് തന്നെ വേണം നഷ്ടപ്പെട്ടെന്നിരിക്കാം. എന്നാൽ യേശു ക്രിസ്തു മടങ്ങി വരും എന്നുള്ള വചനത്തിന് ഒരു മാറ്റവുമില്ല. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, പക്ഷെ എന്റെ വചനത്തിന് മാറ്റം ഉണ്ടാവുകയില്ല. ആകിയാൽ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സ്ഥാനമേറ്റ് കർത്താവിന് വേണ്ടി കഷ്ടവും നിന്നയും പറ്റാനുള്ള പ്രത്യാശ എന്തെന്നറിയാമോ? എന്റെ പ്രത്യാശ ഞാൻ പറയാം. വെറുതെയല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്, വെറുതെയല്ല ഞാൻ ഈ 8, 10, 15 കിലോമീറ്റർ ഓടി വന്നിട്ട് രാവിലെ നിങ്ങളോട് ദൂത് അറിയിക്കുന്നത്. ഇന്ന് ഞാൻ മരിക്കുകയോ ഇന്ന് യേശു ക്രിസ്തു മടങ്ങി വരികയോ ചെയ്താൽ അവൻ എന്റെ ദ്രവിച്ചു പോകുന്ന ശരീരം മാറ്റി തേജസ്സും തലക്കുമേറിയതുമായിരിക്കുന്ന ഒരു പുതിയ ശരീരം തന്ന് 1000 വർഷം ഞങ്ങൾ യേശു ക്രിസ്തുവിടെ ഭൂമിയിൽ വാഴും. അതേ പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യം സ്ഥാപിതമാക്കുവാൻ അവൻ വരുമ്പോൾ സാത്താന്റെ അധികാരങ്ങളെ ചങ്ങലക്കെട്ടുകൊണ്ട് 1000 വർഷം ഭൂമിയിൽ സമാധാനം ദൈവവും യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ അവന്റെ വിശുദ്ധന്മാർ അവനോട് കൂടെ വാഴും. അതേ, അവന്റെ നാമനിമിത്തം തല ഛേദിക്കപ്പെട്ടവര്, അവന്റെ നാമനിമിത്തം കഷ്ടം സഹിച്ചവര് 1000 വർഷം രാജാക്കന്മാരായിട്ട് യേശു ക്രിസ്തുവിന് കൂടെ വാഴും. 1000 വർഷം കഴിഞ്ഞ് ലോകം അവസാനിക്കുമ്പോഴോ ഞങ്ങൾ സ്വർഗത്തിലേക്ക് ചിറക് വിരിച്ച് പറന്നുയരും. ഓ, നിത്യാനന്ദം ഞങ്ങളുടെ തലമേലിരിക്കും. പിതാവും പുത്രനും ഞങ്ങളും ഒന്നിച്ച്, ദൈവദൂതന്മാരൊന്നിച്ച് ആർപ്പോടും വിശുദ്ധന്മാരുടെ കൂട്ടായ്മയും കൂടെ എന്നേക്കുമായിട്ട് വാസം ചെയ്യും. അന്ന് പ്രിയപ്പെട്ട നിത്യത എന്ന് പറയുന്നത് അന്ന് കാലവും സമയവുമില്ല. ഈ പദവിയിലേക്ക് നിങ്ങൾ എല്ലാം വരണം. അപ്പമാരെ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുവോ? അമ്മമാരെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുവോ? പുരോഹിതന്മാരെ നിങ്ങളുടെ ജനങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ സത്യസുവിശേഷത്തിന് ചെവി കൊടുത്ത് മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് ആത്മാവിനെ പ്രാപിച്ച് യേശു ക്രിസ്തുവിന്റെ കഷ്ടവും നിന്ദയുമേറ്റ് സ്വർഗരാജ്യം അവകാശമാക്കിക്കൊള്ളുവിന് ഇല്ല. നിങ്ങളിനെ നിഷേധിച്ചുകൊണ്ട് നിങ്ങളുടെ പാരമ്പര്യത്തിലും പൗരാണികമായിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നുകൊണ്ട് പാപമോചനം നേടാതെ പാപികളായിട്ടാണ് നിങ്ങൾ അടക്കപ്പെടുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, കണ്ണുനീരോടാ പ്രസംഗിക്കുന്നത്, വളരെ വേദനയോടാ പ്രസംഗിക്കുന്നത്. നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല, ഒരു അറിവുമില്ലെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ആത്മാവിനെ പറ്റിയുള്ള വേദന കൊണ്ടാ പ്രസംഗിക്കുന്നത്. നിങ്ങൾ പാപിയായിട്ടാണ് ഇന്ന് അടക്കപ്പെടുന്നെങ്കിൽ അതൊരു ക്രിസ്തീയ മത പുരോഗതിയാണെങ്കിൽ ശരി, നീ പാപിയായിട്ടാണ് അടക്കപ്പെടുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്നാണ് യേശു ക്രിസ്തു മടങ്ങി വരുന്നെങ്കിൽ ഇന്നേക്ക് 1000 വർഷം തികയുന്ന ലോകം അവസാനിക്കും പ്രിയപ്പെട്ടവരെ. അതേ, ലോകം ഇന്നും നാളെ ഒന്നും അവസാനിക്കത്തില്ല, ഭൂമി അവസാനിക്കത്തില്ല. ഒന്നാമത് യേശു ക്രിസ്തു വരണം. അതിനുശേഷം 1000 വർഷം യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ദൈവരാജ്യത്തിന്റെ പൂർണ്ണതയ്ക്ക് ശേഷം മാത്രമേ ലോകം അവസാനിക്കത്തുള്ളൂ. പക്ഷെ ഇന്ന് നിങ്ങൾ പാപിയായിട്ടാണ് അടക്കപ്പെടുന്നെങ്കിൽ അന്ന് ലോകാവസാന ദിവസം നിങ്ങൾ കല്ലറകളെ വിട്ട് ഇതേ രൂപത്തിൽ എഴുന്നേറ്റ് വരും. എന്നെ കേൾക്കുന്ന സകല ജാതി മതസ്ഥരോട് ഞാൻ പറയുന്നു, അന്ന് നിങ്ങൾ ഇതേ രൂപത്തിൽ കല്ലറകളെ വിട്ട് എഴുന്നേറ്റ് വരും. അയ്യോ, നിങ്ങളിപ്പം മനുഷ്യരുടെ മുമ്പിൽ നീതിമാനാണ്, നല്ലവരാണ്, പള്ളിക്ക് പൈസ കൊടുക്കുന്നവരാണ്, പാവപ്പെട്ടവന് വീട് വെച്ച് കൊടുക്കുന്നതാണ്, ഒക്കെ നല്ലതാണ്. പക്ഷെ നിനക്ക് പാപമോചനം ലഭിച്ചില്ല. അന്ന് പാപിയായിട്ട് അടക്കപ്പെട്ട നീ ഇതേ രൂപത്തിൽ എഴുന്നേറ്റ് വന്ന് യേശു ക്രിസ്തുവിന്റെ
മുമ്പിൽ നിൽക്കുമ്പോൾ അവിടെ പ്രവചനാത്മാവിൽ പറയുന്നു, ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ മുമ്പിൽ നിന്ന് ആകാശവും ഭൂമിയും ഓടിപ്പോയി, പിന്നെ അതിനെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃത്താവിന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകമെന്ന വേറൊരു പുസ്തകം തുറന്നു. മരിച്ചവർക്ക് ഓരോരുത്തർക്കും അവനവന്റെ പ്രവർത്തിക്കത്തവണ്ണം ശിക്ഷാവിധി ഉണ്ടായി. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സകല രഹസ്യങ്ങളും പാപങ്ങളും വെളിപ്പെടുത്തപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അയ്യോ, കുടുംബജീവിതങ്ങളിൽ ഇടർച്ച വരുത്തിയവരെ, ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ വഞ്ചിച്ചവരെ, നിന്റെ രഹസ്യം മുഴുവൻ പരസ്യപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. എല്ലാവരുടെയും രഹസ്യങ്ങള്, നിന്റേതായ ഹൃദയത്തിൽ തോന്നിയ രഹസ്യങ്ങള്, നീ മാത്രമായിട്ട് അറിയാവുന്ന സകല പാപങ്ങളും രഹസ്യങ്ങളും ഒന്ന് പരസ്യമായിട്ട് സകല മനുഷ്യരുടെ മുമ്പിലും വെളിപ്പെടുത്തുന്ന ദിവസമുണ്ട്. ഞാൻ കണ്ണൂരും പോയി പ്രസവിക്കുന്നവനാണ്. കൊന്നവനും കൊല്ലപ്പെട്ടവനും ഒരുപോലെ ഉയർത്തെഴുന്നേറ്റ് വരും. പ്രിയപ്പെട്ടവരെ, രണ്ടുപേരും യേശുക്രിസ്തു സിംഹാസനത്തിന് മുമ്പിൽ കണക്ക് തീർക്കണം. അതുകൊണ്ട് ഒരു രഹസ്യവും മറവായിട്ടിരിക്കുന്നില്ല. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് മാനസാന്തരപ്പെടുവാൻ മനസ്സുണ്ടെങ്കിൽ അവന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കും. അവൻ അന്ന് നമ്മളെ തീപ്പൊയ്യിലേക്ക് തള്ളിക്കളഞ്ഞാൽ അന്ന് സൂര്യനില്ല, ചന്ദ്രനില്ല, നക്ഷത്രാദികളില്ല, കാലമില്ല, സമയമില്ല. സൂര്യനില്ലെങ്കിൽ പിന്നെ കാലമില്ല. പ്രിയപ്പെട്ടവരെ, അത് നിത്യതയാണ്. ആ നിത്യമായിരിക്കും തരകാഴ്ചയിലേക്ക് അവൻ നമ്മുടെ ആത്മീയ ശരീരം എറിഞ്ഞു കളഞ്ഞാല് ആ തീയിൽ നമ്മളെ വീണ്ടെടുപ്പാൻ ഒരു പുരോഹിതന്മാരെയും ധൂപപ്രാർത്ഥനയ്ക്ക് കഴിയത്തില്ല. ഞാൻ ഹിന്ദുവായിരുന്നപ്പോൾ ഞങ്ങളുടെ അമ്മാവന്മാരോ അല്ലെങ്കിൽ അനിതന്മാരോ കുഞ്ഞുങ്ങളെ ചെയ്യുന്ന പിണ്ടാടിയത്തെയും കഴിയത്തില്ല. ഒരു പുരോഹിതന്മാരുടെയും ധൂപപ്രാർത്ഥനയ്ക്കോ മരണാന്തര ശേഷക്രിയക്കോ നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും മടങ്ങി വരാൻ കഴിയാത്ത അഗ്നിനരകത്തിൽ നിങ്ങളെ വീണ്ടെടുപ്പാന് ഞാനിത് ആ കഷ്ടം സഹിച്ച് നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം എന്താണ്? കഴിക്കണ്ട. നിന്റെ ഹൃദയത്തിന്റെ ചിന്തകളും നിരൂപണങ്ങളും സ്വർഗത്തിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സുവിശേഷത്തിന് വിരുദ്ധമായിട്ടാണ് നിങ്ങളുടെ ഹൃദയം പോകുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ രക്ഷകനായിരിക്കുന്ന കർത്താവിനെ നിങ്ങൾ തള്ളിക്കളയാണ്. എന്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ എന്നെ അയച്ച ക്രിസ്തുവിനെ അറിയുന്നു. ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ അവനെ അയച്ച സർവ്വശക്തനായിരിക്കുന്ന പിതാവിനെ അറിയുന്നു. തള്ളിക്കളയുന്നെങ്കിലും അവണ്ണം തന്നെ പ്രിയപ്പെട്ടവരെ ദൈവത്തെ തള്ളിക്കളയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉന്നത പാപങ്ങളെ താഴ്ത്തുവിൻ, ഹൃദയങ്ങളെ വിട്ട് മാനസാന്തരപ്പെട്ട് സ്ഥാനമേറ്റ് യേശു ക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിച്ച് ആ ആത്മാവിനെ സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധിയോടെ നിങ്ങളുടെ ജീവിതം പൂർത്തീകരിച്ച് സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നിത്യമായിരിക്കുന്ന ഭവനം കരസ്ഥമാക്കിക്കൊള്ളുമെന്ന് ഘോഷിച്ചുകൊണ്ട് പ്രസംഗം